ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റു. ഇന്നിപ്പോൾ പാത്തുവിനെ സ്കൂളിലൊക്കെ വിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണേ. വീട്ടിൽ നിന്നാലുമേ ഭയങ്കരമായിട്ട് ഓട്ടവും ബഹളവും ഒക്കെ. അപ്പോൾ സ്കൂളിലാകുമ്പോൾ എന്തായാലും ക്ലാസ്സിൽ തന്നെ ഇരിക്കത്തല്ലേ ഉള്ളൂ, ടീച്ചേഴ്സ് ശ്രദ്ധിക്കുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് ഇന്നങ്ങ് സ്കൂളിൽ വിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് നല്ല തൊണ്ടവേദനയുണ്ടേ, ചെറിയൊരു പനിയുടെ ലക്ഷണം തന്നെ എന്നൊക്കെ പറയാം. അപ്പോൾ ഭയങ്കര കണ്ണിൽ കൂടെയൊക്കെ അങ്ങനെ ചൂട് പോലെയൊക്കെ തോന്നുന്നു കേട്ടോ. ഭയങ്കര പനിയുടെ ഒരു ക്ഷീണവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതേ അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു പോണി അരിയുടെ ഇതാണ് കേട്ടോ. നമ്മൾ ഈ നല്ല അരി ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ റേഷൻ അരി നമ്മൾ കുറച്ച് കഴിഞ്ഞേ വെക്കും, അതാകുമ്പോൾ പെട്ടെന്ന് വേവുമല്ലോ. ഒരു തിള അങ്ങോട്ട് തിളയ്ക്കുമ്പോൾ തന്നെ അതങ്ങ് റെഡിയാവും. അങ്ങനെ അടുപ്പിൽ ചാരമൊക്കെ വാരി ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പിലേക്കിട്ട് അരിയും അടുപ്പിലേക്കിട്ട് കേട്ടോ, കലത്തിലേക്കിട്ടു. ഇനി എടുത്ത് പറയണ്ട. അപ്പോൾ അനിയത്തിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ അടുപ്പും കൂടെ തീ പിടിപ്പിക്കുക. രാവിലെ എണീറ്റ് വന്നപ്പോൾ വേറൊരു രസമുണ്ട് കേട്ടോ. നമ്മുടെ അടുപ്പെല്ലാം നനഞ്ഞ് കുതിർന്ന് കിടക്കുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലായിരുന്നോ, നമ്മുടെ പുകയടുപ്പിൻ്റെ ആ ഒരു കുഴലുണ്ടല്ലോ, ആ കുഴലിൽ കൂടെ മഴയൊക്കെ നല്ല മഴ പെയ്താൽ, ശക്തിയായിട്ടുള്ള മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം അതിലേ അങ്ങ് അടുപ്പിലേക്ക് വരും കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്ക് ചാമ്പലൊന്നും കാണാനേ ഇല്ല, മൊത്തത്തിൽ കുളമായി കിടക്കുന്നു. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ വൃത്തിയാക്കി എടുത്ത് പുറത്ത് നമ്മളൊരു ചാക്കിനകത്ത് ചാമ്പലെടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഉണക്കിയ ചാമ്പൽ കൊണ്ടുവന്ന് അടുപ്പിലേക്ക് വിതറിയൊക്കെ ഇട്ടതിന് ശേഷം ആ തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചതേ. അല്ലെങ്കിൽ വലിയ പാടായിരിക്കും നമുക്ക് കത്തി പിടിപ്പിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇന്ന് വാപ്പാക്കും ഉമ്മാക്കും കൂടെ ഹോസ്പിറ്റലിൽ പോകണം. വാപ്പാക്കും ഉമ്മാക്കും എന്ന് പറഞ്ഞാൽ വാപ്പാടെ കൂടെ ഉമ്മ പോകുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. വാപ്പാടെ കണ്ണ് കാണിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ തിമിരം ഉണ്ട് കേട്ടോ. തിമിരം വന്നിങ്ങനെ മൂടി കട്ടിക്കായിരിക്കുകയാണ്. അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ 8 മണിയൊക്കെ ആയപ്പോൾ തന്നെ പോയി കേട്ടോ. ഇവിടെ അസീസിയയിലാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് രാവിലെ കാപ്പി കുടിച്ചിട്ട് വേണം പോകാൻ. അതും കൂടെ കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പുറത്തെ അടുപ്പും കൂടെ തീയൊക്കെ പിടിപ്പിച്ചിട്ട് അനിയത്തി അതിൽ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ദോശയും തലേന്നത്തെ ചിക്കൻ കറിയുടെ കുറച്ച് ബാക്കി ഗ്രേവി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെയൊക്കെ കൂട്ടിയിട്ട് അവർ കഴിച്ചിട്ട് അവർ പോയി. പിന്നെ പാത്തുവിന് കറിയൊക്കെ ഉണ്ടാക്കി. സോയാബീൻ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എടുത്ത് കറി എന്ന് പറയുമ്പോൾ ഒരു ലൂസാക്കിയിട്ടൊന്നും അല്ല കേട്ടോ. അങ്ങനെ കുറച്ച് വരട്ടി അങ്ങ് എടുത്തു എന്ന് പറയാം. എന്നാലും ഒരു ഡ്രൈ ഫ്രൈ നമ്മൾ മുൻപ് ചെയ്ത പോലൊന്നും അല്ല. കണ്ടില്ലേ ഞാൻ എടുത്തു വെച്ചത്, ആ ഒരു പരുവമൊക്കെ ആയപ്പോൾ എടുത്തു. കറിയാണെങ്കിൽ ആ കൊച്ചിന് കഴിക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ, ഭയങ്കര പാടാണ്. ഇതാകുമ്പോൾ പറക്കി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പമുണ്ട്, എനിക്ക് തോന്നുന്നു അതായിരിക്കുമേ. അപ്പോൾ ഞാൻ അതും ഉണ്ടാക്കി. കുറച്ച് ചിക്കനും കൂടെ വറുത്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ എന്ന് പറയുമ്പോഴേ അവർക്ക് വേണ്ടി മാത്രം 2-3 പീസ് എടുത്തിട്ട് അധികം മുളകും ഒന്നും ഇടാതെ, മസാലയൊന്നും ഇടാതെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെയൊക്കെ കൂട്ടിയിട്ട് മോൾക്ക് സ്കൂളിലേക്കുള്ള ലഞ്ചൊക്കെ തയ്യാറാക്കി മോളെ സ്കൂളിലും കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ തിരിച്ചു വന്നു. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ളത് ഈ ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഞാൻ ഒരു തട്ടിക്കൂട്ട് റോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരു 10 പീസൊക്കെ വരുമായിരിക്കും, അത്രയൊക്കെ വരും. അപ്പോൾ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ചിക്കൻ മസാല എടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇച്ചിരി നാരങ്ങാനീര്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. സ്പെഷ്യലായിട്ട് ഇടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചതച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ചതച്ച മുളകും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തിരുമ്മി അതിലേക്കൊന്ന് പിടിപ്പിക്കുക. പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയല്ലേ, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറന്നുപോയി, അതില്ലാതെ എന്ത് ചിക്കൻ ഫ്രൈ അല്ലേ, അതാണല്ലോ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തു. ഇനി എന്തെങ്കിലും മറന്നോ? ഇന്നെല്ലാം തല തിരിഞ്ഞു പോയി കേട്ടോ. ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ സ്പീഡിലാണ് വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് മറന്നുപോയി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഞാനൊരു 10-15 മിനിറ്റ് വെച്ചതേ ഉള്ളേ. അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. മസാലയൊക്കെ ആ ചിക്കനിലേക്കൊക്കെ ഇങ്ങോട്ട് പിടിച്ച് കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നല്ല ടേസ്റ്റാണേ, ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അങ്ങനെ ചെയ്യാത്തവർ. ചതച്ച മുളക് മറക്കരുത്, നല്ല ടേസ്റ്റാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. മുക്കി പൊരിക്കുന്നു എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല കേട്ടോ. കുറച്ചൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് എല്ലാം കൂടെയൊക്കെ ഒന്ന് പറക്കി കൂട്ടി വെച്ച് കൊടുക്കുകയാണ്. ഒരുപാട് വെളിച്ചെണ്ണയിലൊന്നും പൊരിച്ചെടുക്കുന്നില്ല കേട്ടോ, കുറച്ച് ഒഴിച്ച്
ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ചിക്കനൊക്കെ അങ്ങോട്ട് പറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തീയൊക്കെ പിടിപ്പിച്ച്, തീയൊക്കെ ഒന്ന് എന്തോ പറയുന്നതെന്ന് പോലും തിരിയുന്നില്ല കേട്ടോ. ആ ഒരു നമ്മുടെ വിറകടുപ്പിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. എനിക്ക് ചിക്കനൊന്നും ഒരുപാടങ്ങ് കരിമുര ഇരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. എന്നാൽ ആ ഒരു പൊരിച്ച ലക്ഷണം വേണമെന്നുള്ളതേ ഉള്ളൂ. എനിക്കിങ്ങനെ അല്ലാണ്ട് കഴിക്കാനാണ് ഇഷ്ടം. ഒരുപാടങ്ങ് ഫ്രൈ ആയി പോകുന്നത്, മീനാണേലും ശരി ചിക്കനാണേലും ശരി കേട്ടോ, ഒരുപാടങ്ങ് കരിമുര ഇരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ദേ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇന്നെന്താണെന്ന് അറിയത്തില്ല കേട്ടോ, കാക്ക എന്നെ കണ്ടില്ലായിരിക്കും. കാക്കയുടെ ശല്യമില്ല. മറ്റേത് ഞാൻ മൊബൈൽ എടുക്കുമ്പോഴേ കാക്ക എൻ്റെ കൂടെ ഇങ്ങ് വരും, കുടുംബത്തോടു കൂടി ഇങ്ങ് വരും. ഇന്നലെ ഒത്തിരി കമൻ്റ് ഉണ്ടായിരുന്നു, ഷംനയുടെ ഫ്രണ്ടാണ്, ഷംനയുടെ എനിമിയല്ല, പിന്നെന്തുമായിരുന്നു, അല്ലെങ്കിൽ ഷംനയുടെ ശത്രുവായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മം ഷംന കാക്കി കൊന്നു കാണുമെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി രസകരമായിട്ടുള്ള കമൻ്റ് കണ്ടു കേട്ടോ. മിക്കവാറും ഈ ജന്മം ആവർത്തിക്കാൻ സാധ്യതയുണ്ട്, നോക്കട്ടെ. അപ്പോൾ സാധാരണ ഞാൻ കണ്ണാടിയൊക്കെ കൊണ്ടാട്ടോ ഇപ്പോൾ ഇറങ്ങുന്നത്. കണ്ണാടിയുടെ ആ ഒരു പ്രകാശം അടിക്കുന്ന സമയത്തെ കാക്കകളും മക്കളെയും കെട്ടിയവനെയൊക്കെ വിളിച്ച് കുടുംബത്തോടെ വലിയും. ഇന്നെന്തായാലും എന്നെ കണ്ടില്ല, അതോ ഇനി നിർത്തിപ്പോയോന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു വശമൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നപ്പോഴത്തേക്ക് ഞാൻ മറുവശത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തുവാ ചെയ്യുന്നതെന്ന് അറിയാമോ, അതിലേക്ക് കുറച്ച് പച്ചമുളക്, നമ്മുടെ പച്ചമുളകുണ്ടല്ലോ, പച്ചമുളക് അങ്ങോട്ട് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി തോലോടുകൂടി എന്ന് നമുക്ക് കഴുകി അങ്ങ് എടുത്താൽ മതി കേട്ടോ. അതിലൊരു കറുത്ത ഒരു പൂപ്പൽ പോലൊരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് കഴുകി എടുത്താൽ മതി, വേറെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പോൾ തോലോടുകൂടി എടുത്തിട്ട്, നമ്മുടെ ഈ മിക്സറിലൊക്കെ കിടക്കുന്ന കണ്ടിട്ടില്ലേ, തോലോട് കൂടിയിട്ടാണ് അവർ വറുത്തിടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒന്ന് അമ്മിയിലൊന്ന് കുത്തിയെടുക്കുന്നുണ്ട്. അമ്മിയിലോ ഇടികല്ലിലോ എന്തിലേലും ഒന്ന് കുത്തിയെടുത്തിട്ട് ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ ഒരു വശം മുരിഞ്ഞതിന് ശേഷം മറുവശത്തേക്ക് നമ്മൾ മറിച്ചിടത്തില്ലേ, അപ്പോഴത്തേക്കും കുറച്ച് പച്ചമുളകും നമ്മൾക്ക് ഒന്ന് കുത്തിയെടുത്തിട്ടുള്ള, ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. നല്ല മണമാണ് കേട്ടോ ആ വെളുത്തുള്ളി അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ, ഭയങ്കര മണമാണ്. ഈ പരിസരം മൊത്തം മണക്കും കേട്ടോ, അത്രയ്ക്ക് നല്ല മണമാണ്. എനിക്ക് ആ ചിക്കനിൽ കിടക്കുന്ന മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എനിക്കിപ്പോഴും കൊതി വരുന്നു കേട്ടോ. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്തും കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. നല്ല മണവും നമുക്കത് ചുമ്മാ പറക്കി കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഈ കറി കിടക്കുന്നതോ ഫ്രൈ കിടക്കുന്നതോ മുളകോ കറിവേപ്പിലയോ ഒന്നും കളയാറില്ല കേട്ടോ. എല്ലാം ഞാൻ കഴിക്കും, അതൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ഞാൻ കഴിക്കും കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടിച്ച മുളകുണ്ടല്ലോ, അത് ഒഴിവാക്കുകയേ ചെയ്യരുത് കേട്ടോ, നല്ല ടേസ്റ്റാണേ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. സ്പെഷ്യലെന്നൊന്നും പറയാനില്ല, എന്നാലും ഇതെനിക്ക് സ്പെഷ്യലാണ്. പിന്നെ അതേ എണ്ണയിൽ തന്നെ ഉണ്ടല്ലോ, കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെച്ചെന്ന് പറഞ്ഞില്ലേ, ഒരു റോസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉലുവയിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനതങ്ങ് മറന്നുപോയി. ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കുറച്ച് പച്ച ഉലുവ ഇട്ട് കൊടുത്തത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, റോസ്റ്റ് ചെയ്യുമ്പോൾ പച്ച ഉലുവ എന്ന് പറയുന്നൊരു സംഭവമേ ഇടണ്ട. പക്ഷേ എനിക്ക് അബദ്ധം പറ്റി, ഞാനത് ഓർത്തില്ലായിരുന്നേ. ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു, പോട്ടെ. പിന്നെ അതിലേക്ക് ഒരു വലിയ സവോള ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അടിയിലൊന്ന് കരിഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നെങ്കിലും അത് കരിഞ്ഞൊന്നും ഇരിക്കുമല്ലേ, ആ മസാലയൊക്കെ ഒന്ന് പറ്റി പിടിച്ചിരിക്കുന്നതാണ്. അതൊക്കെ ഒന്ന് സവോളയൊക്കെ ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ അങ്ങ് ഇളകി പോന്നോളും. പിന്നെ ഒരു തക്കാളി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക, ഒരു കുഴപ്പമില്ല കേട്ടോ, അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാൻ തക്കാളി പേസ്റ്റാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്താൽ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്ന സമയത്ത് അതിലേക്ക് ചിക്കൻ, അതിൽ നമ്മൾ മുളക് പൊടി പറഞ്ഞിട്ട് വേറെ ഒന്നും പറഞ്ഞില്ല. എന്താണെന്നറിയാം, എന്നെ ഉമ്മച്ചി ഇടയ്ക്കൊന്ന് വിളിച്ചു കേട്ടോ, അതിപ്പോൾ അങ്ങോട്ടൊന്ന് പോയതാണേ. പിന്നെ അതിൽ ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, പിന്നെന്തുവായിരുന്നു, ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിപ്പിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ വെള്ളം ഒഴിക്കണ്ട കേട്ടോ, അതേ കിടന്നിട്ടൊന്ന് നന്നായിട്ട് വെള്ളമൊക്കെ തനിയെ ചിക്കനിൽ നിന്ന് തന്നെ ഊറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് നാരങ്ങാനീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇടിച്ച ഉണക്കമുളക് ചതച്ചതും ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ കിടത്തി വറ്റിച്ചങ്ങോട്ട് എടുക്കുക ചെയ്യുന്നത് കേട്ടോ.
ഒരുപാട് ചാറ് വേണ്ട, എന്നാലൊട്ട് ഡ്രൈ ആയും പോകേണ്ട, ആ ഒരു പരുവമാകുമ്പോഴത്തേക്കും അങ്ങോട്ട് എടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ചിക്കൻ വരട്ടിയതെന്നൊക്കെ പറയാം, അത് റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ.